70കളുടെ തുടക്കത്തിൽ കൂത്താട്ടുകുളത്ത് നിന്ന് തോപ്രാംകുടിയിലേക്ക് പോകുക എന്നത് ഇത്തിരി കട്ടിയേറിയ കാര്യമാണ്. അന്ന് ഇന്നത്തേതുപോലെ മിനിറ്റിന് ബസ് സർവീസ് ഒന്നുമില്ല. ഉരുളൻ കല്ലും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ ജീപ്പുകളാണ് കൂടുതലും ഓടിയിരുന്നത്. ഒരു 10 വയസ്സ് വരെ തോപ്രാംകുടിയിലുള്ള എൻ്റെ ഇളയമ്മ ശാരദയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. ശാരദാമ്മയ്ക്ക് 3 പെൺമക്കളാണ്. ശാരദാമ്മയുടെ മൂത്ത ചേച്ചിയായ എൻ്റെ അമ്മ പൊന്നമ്മയ്ക്ക് 5 ആൺമക്കളും. ഏറ്റവും ഇളയവനായ എന്നെ സ്വന്തം മകനെ പോലെ നോക്കി വളർത്താൻ ശാരദാമ്മ എൻ്റെ അമ്മയോട് ഏറെ കെഞ്ചിയതാണ്. പക്ഷേ എന്നെ ദത്ത് നൽകാനൊന്നും എൻ്റെ അമ്മ അങ്ങ് സമ്മതിച്ചില്ല. പണ്ടത്തെ കാലമല്ലേ, കൂട്ടുകുടുംബമായി താമസിക്കുന്ന എല്ലാവർക്കും 3 നേരം വെച്ച് വിളമ്പാനൊക്കെ നല്ല പഞ്ഞമുണ്ടായിരുന്ന സമയം. അതുകൊണ്ട് ഞാൻ ജനിച്ച് 1-2 വയസ്സായപ്പോഴേക്കും ശാരദക്കുഞ്ഞമ്മ എന്നെ തോപ്രാംകുടിയിലേക്ക് കൊണ്ടുപോന്നു. വേണു ഇനി ഇവിടെ നിന്ന് വളരട്ടെ, 4-ാം തരം വരെ അവിടെ പഠിക്കാൻ വിടാം, അവന്റെ സകലമാന ചിലവും ഞാൻ നോക്കിക്കൊള്ളാം. ശാരദാമ്മയുടെ ആ വർത്തമാനം അന്ന് എൻ്റെ അച്ഛന് നന്നേ ബോധിച്ചു. അങ്ങനെ എൻ്റെ താമസം തോപ്രാംകുടിയിലായി. ഓണത്തിനും ഉത്സവ സമയത്തുമൊക്കെ ഞാൻ സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി ഇളയപ്പനോടൊപ്പം ഇങ്ങ് കൂത്താട്ടുകുളത്തേക്ക് പോരും. എനിക്ക് വയസ്സ് 19 ആയപ്പോഴാണ് ശാരദാമ്മയുടെ മൂത്ത മകൾ സുജാതയുടെ വിവാഹം നടക്കുന്നത്. കുറെ കാലം ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു കൂരക്കീഴിൽ ഒന്നിച്ച് വളർന്നതല്ലേ. അതിനാൽ അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ 1-2 ആഴ്ച മുന്നേ തന്നെ തോപ്രാംകുടിയിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അവളുടെ കൊച്ചാങ്ങളയായ എന്നെ അവൾക്ക് വലിയ കാര്യമാണ്. എൻ്റെ ബന്ധുക്കളെല്ലാം കല്യാണത്തിന് 1-2 ദിവസത്തിന് മുമ്പേ അവിടേക്ക് പോകും. എന്തായാലും ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും തോപ്രാംകുടിക്ക് പോകാൻ തീരുമാനിച്ചു. അതിരാവിലെ തന്നെ കൂത്താട്ടുകുളത്ത് നിന്ന് ഞങ്ങൾ തയ്യാറായി ഇറങ്ങി. തമ്പിയും സത്യനും ഒരു ജോഡി പുത്തൻ കുപ്പായവും ഒരു പഴയ കൈലിമുണ്ടും സഞ്ചിയിലാക്കി അത് മടക്കി കക്ഷത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ പുരയ്ക്ക് മുന്നിൽ ഹാജരായി. പൊടിമീശക്കാരനായ അവരിരുവരും നല്ല വെടിപ്പായി ഒരുങ്ങിയാണ് എന്നെ വിളിക്കാനായി വന്നത്. കല്യാണത്തിനാണ് പോകുന്നത്. ആ നാട്ടിൻപുറത്തുള്ളതും അയൽവക്കത്തുള്ളതുമായ സുന്ദരിമണികളെല്ലാം കല്യാണ വീട്ടിൽ വന്നെത്തും. തരപ്പെട്ടാൽ അവളുമാരിൽ ഏതെങ്കിലും ഒന്നിനെ തങ്ങളുടെ ജീവിത സഹിയാക്കുവാൻ അവരിരുവരും ഇപ്പോഴേ മനക്കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. വിവാഹിതയാകാൻ പോകുന്ന സുജാതയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്, എൽസമ്മ എന്ന പേര്. കഴിഞ്ഞ ഓണക്കാലത്ത് തോപ്രാംകുടിയിൽ പോയപ്പോൾ ഞാൻ ഈ എൽസമ്മയെ കണ്ടിട്ടുണ്ട്. ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് അവൾക്ക്. തയ്യൽക്കാരൻ സുധാകരൻ ചേട്ടൻ്റെ കടയിൽ വെച്ചായിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടൽ. പിന്നീട് ഒരു തവണ സുജാതയോടൊപ്പം ശാരദാമ്മയുടെ വീട്ടിൽ വെച്ചാണ് എൽസമ്മയെ ഞാൻ കണ്ടത്. അപ്പോഴാണ് എൻ്റെ മനസ്സ് കവർന്ന ആ സുന്ദരി സുജാതയുടെ ഉറ്റ കൂട്ടുകാരിയാണെന്ന് ഞാൻ അറിഞ്ഞത്. എൽസമ്മ, അവൾ ഉറപ്പായും സുജാതയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വരും, വരാതിരിക്കില്ല. പക്ഷേ ആ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഒരു പിടുത്തവുമില്ല. എന്തൊക്കെയായാലും സുജാതയുടെ കല്യാണം വിളി വന്നപ്പോൾ മുതൽ എൽസിയെ കാണാനുള്ള എൻ്റെ മനസ്സിലെ മോഹത്തിന് കടിഞ്ഞാണില്ലാതെയായി. കൂത്താട്ടുകുളത്ത് നിന്ന് ജീപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നടന്നു തുടങ്ങിയത്. പക്ഷേ ഞങ്ങളുടെ ആ പ്രതീക്ഷ തെറ്റി. അങ്ങ് വണ്ണപ്പുറം വരെ കാൽനടയായി യാത്ര ചെയ്തതിൽ പിന്നെയാണ് ഒരു ജീപ്പ് കിട്ടിയത്. ആ ജീപ്പ് ഞങ്ങളെ മുരുക്കാശ്ശേരിയിൽ എത്തിച്ചു. അവിടുന്ന് വീണ്ടും കാൽനടയായി തോപ്രാംകുടിയിലേക്ക് യാത്രയായി. ടാറിട്ട റോഡൊന്നുമില്ല, ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ചെളിക്കുണ്ടുകളുള്ള പാറപ്പരപ്പ്. ആ വഴിയിലൂടെ വേണം ശാരദക്കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടത്. മുരുക്കാശ്ശേരിയിൽ നിന്ന് തോപ്രാംകുടിയിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ വെയില് മാറി തുടങ്ങിയിരുന്നു. ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിലെത്തണം. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മൂവരും കാട്ടുവഴിയിലൂടെ നടന്നു തുടങ്ങിയത്. കുറെ അങ്ങ് നടന്നപ്പോഴേക്കും വർക്കിയേട്ടന്റെ മുറുക്കാൻ കട എത്തി. മുറുക്കാൻ കടയുടെ ഒരു വശത്ത് റേഷൻ കടയും മറുവശത്ത് ഒറ്റമുറി പോസ്റ്റ് ഓഫീസുമുണ്ട്. ഓഫീസിനോട് ചേർന്ന് പൗലോസ് കുഞ്ഞിന്റെ ചായപ്പീടികയാണ്. ചായപ്പീടികയെന്ന് പേരേയുള്ളൂ. ചായയെക്കാളും
അവിടെ വിറ്റഴിയുന്നത് ചുക്ക് കാപ്പിയാണ്. 3 ചുക്ക് കാപ്പിയും വാങ്ങിച്ചു കുടിച്ച് ഒരു കെട്ട് ബീഡിയും വാങ്ങിച്ച് ഞങ്ങൾ മുന്നോട്ട് നടപ്പ് തുടർന്നു. വെട്ടവും വെളിച്ചവുമില്ലാത്ത വഴിയോരം. തമ്പി അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തീപ്പെട്ടി തപ്പിയെടുത്തു. ബീഡിക്ക് തീ കൊളുത്തി. വഴിയരികിൽ നിന്ന ഒരു കവുങ്ങിൽ നിന്ന് തണങ്ങ് പറിച്ചെടുത്ത് ചൂട്ടുകറ്റ പോലെ ഒന്ന് അവൻ ഉണ്ടാക്കിയെടുത്തു. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴിക്കിരുവശവും പാറക്കെട്ടും വലിയ മരങ്ങളും ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെയാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള വഴിയാണ്. വേഗം വീഴണഞ്ഞില്ലെങ്കിൽ അവറ്റകളുടെ മുട്ടൻ പണി കിട്ടുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. വീട്ടുവളപ്പിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെ കടുവ പിടിച്ച കഥകളൊക്കെ ശാരദക്കുഞ്ഞമ്മ പലപ്പോഴായി പറഞ്ഞത് ഞാൻ ആ സമയം ഓർത്തുപോയി. പോണ വഴിയിൽ അവിടെ ഇവിടെയായി നിറയെ പ്ലാവുകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. പഴുത്ത ചക്കകൾ തിന്നാനായി കാട്ടാനകൾ ചിലപ്പോൾ നാട്ടിലേക്ക് എത്താറുണ്ടെന്ന് തയ്യൽക്കാരൻ സുധാകരൻ ചേട്ടൻ പറഞ്ഞിരുന്നു. വെളിച്ചം മങ്ങിത്തുടങ്ങി. അന്തിച്ചുവപ്പ് നിറഞ്ഞ മാനത്തേക്ക് നോക്കി ഞാൻ കാലുകൾ വലിച്ചു വെച്ച് വേഗം വേഗം മുന്നോട്ട് നടന്നു. എടാ പൂവേ, ഒന്ന് നിൽക്കടാ, നീ ഇങ്ങനെ ശീക്രം ഓടാതെ. ഞങ്ങളെ പിന്നിലാക്കി നീ ഇങ്ങനെ പാഞ്ഞു പോയാൽ എങ്ങനെ ശരിയാവുക? വഴി ഞങ്ങൾക്കറിയില്ല വേണു, സത്യൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. ആകെ വിയർത്ത് കുളിച്ച് സത്യന്റെ മുഖം അന്തിച്ചുവപ്പേറ്റ് ചുവന്നിരുന്നു. ഒന്ന് വേഗം നടക്ക്, ഇരുട്ട് കനത്താൽ വീടെത്താൻ പാടാ. ആനയും കടുവയും ഇറങ്ങുന്ന സ്ഥലമാ. എന്റെ ഈ മുന്നറിയിപ്പ് തമ്പിയെയും സത്യനെയും ഒട്ടും ഭയപ്പെടുത്തിയില്ല. ഒന്ന് പോടാ, ചുമ്മാ പേടിപ്പിക്കാതെ. തോപ്രാങ്കുടിയിൽ എവിടെയാ ആന? വല്ല കാട്ടുപന്നിയോ മാനോ ഉണ്ടാകും. അവറ്റകൾ അവരുടെ വഴിക്കങ്ങ് പൊക്കോളും. തമ്പി ഒരു ഭാവഭേദവുമില്ലാതെ കക്ഷത്തിൽ തിരികെ വെച്ച സഞ്ചി താഴെ വെച്ചതിന് ശേഷം കയ്യിലിരുന്ന കറ്റക്കെട്ടിന് തീ കൊളുത്തി. ഇരുട്ട് വീണു തുടങ്ങിയ കാട്ടുവഴി. ആ വെളിച്ചത്തിൽ നല്ല വെടിപ്പിന് ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. ആ ചൂട്ടുകറ്റയുടെ വെളിച്ചം ഞങ്ങൾക്ക് മൂവർക്കും ഏറെ ആശ്വാസം നൽകി. ചീവീടുകളുടെ ഇരമ്പം കാതിലേക്ക് ഇരച്ചു കയറിയതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നടത്തത്തിന്റെ വേഗതയും അറിയാതെ തന്നെ വർദ്ധിച്ചു. ഏതോ മരക്കൊമ്പിലിരുന്ന് കാലൻ പുള്ള ഭയപ്പെടുത്തും വിധത്തിൽ നീട്ടിക്കൂവുന്നുണ്ടായിരുന്നു. ആ കൂവൽ ശബ്ദത്തിന് പിന്നാലെ തന്നെ കൂട്ടമായി വളർന്നു നിൽക്കുന്ന മലയിഞ്ചി തോട്ടത്തിനിടയിൽ നിന്ന് ഒരു ചിറകടിയും മറുകൂവലും കേൾക്കുകയുണ്ടായി. ശരവേഗത്തിൽ നടന്ന ഞങ്ങൾ മൂവരും പൊടുന്നനെ നിന്നു. ചുറ്റുമൊന്നു നോക്കി. അല്പനേരത്തേക്ക് അവിടമാകെ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു. നടന്ന് വിഷമിച്ച് വിയർത്തൊളിച്ചു നിന്ന ഞങ്ങൾക്ക് മുന്നിലൂടെ കറുത്ത എന്തോ ഒന്ന് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പാഞ്ഞു മാറി. കറുത്ത രൂപം എന്താണെന്ന് ഞങ്ങൾക്കങ്ങനെ വ്യക്തമായില്ല. ഒരു മിന്നായം പോലെ അതങ്ങ് പാഞ്ഞുപോയി. വലതുവശത്ത് നിന്ന കാട്ടുചെടികൾ ഒന്നാകെ ഇളകി മറിഞ്ഞു. ഇത്തിരി നേരത്തേക്ക് സ്തംഭിച്ചു നിന്ന ഞങ്ങൾ മനസംയമനം വീണ്ടെടുത്ത് പാള കൂട്ടി ചേർത്ത് കെട്ടിയ കറ്റ ആഞ്ഞു വീശി മുന്നോട്ട് ശീഘ്രം നടന്നു. വേണുവേ, അതെന്തോന്നായിരുന്നു? സത്യന്റെ ചോദ്യത്തിന് ഞാൻ കൈമലർത്തി. കാട്ടുപന്നിയാണോ? തമ്പിയുടെ സംശയത്തെ പിന്തള്ളിക്കൊണ്ട് സത്യൻ പറഞ്ഞു. കാട്ടുപന്നിക്ക് ഇത്ര വലിപ്പം കാണില്ല. കൊള്ളിയാൻ പോലെ പാഞ്ഞങ്ങ് മാറിയെങ്കിലും അതിന് നല്ല പൊക്കവും വലിപ്പവും ഉണ്ടായിരുന്നു. വലതുവശത്ത് തിങ്ങി നിന്ന പൂവച്ചെടികൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ട് നടന്നത്. 9 മണിക്ക് മുമ്പേ ഞങ്ങൾ മൂവരും ശാരദക്കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. കല്യാണത്തിന് ഇനിയും 1-2 ആഴ്ച ബാക്കിയുണ്ട്. അതിനാൽ മറ്റു ബന്ധുജനങ്ങളൊന്നും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. വിവാഹത്തിൽ പങ്കെടുക്കാൻ ആ വീട്ടിൽ ആദ്യം ചെന്നെത്തിയത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു. എന്നെ കണ്ടപ്പോഴേ ശാരദക്കുഞ്ഞമ്മയുടെ മുഖം തെളിഞ്ഞു. ഇതാന്ന് പറയും പോലെ ദിവസങ്ങൾ അങ്ങനെ ഓടിപ്പാഞ്ഞു പോകും. ഇനി എന്തെല്ലാം കാര്യങ്ങളാ കിടക്കുന്നത്. ചേട്ടൻ ഒറ്റയ്ക്കെങ്ങനെയാ എല്ലാത്തിന്റെ പിന്നാലെ ഓടി നടക്കുക? നിന്നെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. ശാരദക്കുഞ്ഞമ്മയും ഭർത്താവും
ഞങ്ങളെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ചു. അടുക്കളയ്ക്ക് പിന്നിലുള്ള കോഴിക്കൂട്ടിൽ നിന്ന് മൂത്ത പൂവൻകോഴി അന്ന് ഞങ്ങളുടെ പ്ലേറ്റിലായി. നല്ല എരിയുള്ള കറി കൂട്ടി ചോറുണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വഴിയിൽ കണ്ട ആ കറുത്ത രൂപത്തെപ്പറ്റി ഇളയപ്പനോട് പറഞ്ഞു. ഓ, അത് വല്ല കാട്ടുപന്നിയായിരിക്കും. കൃഷിയിടം കുത്തിമറിക്കാൻ വെറികൊണ്ട് നടക്കുന്ന ഒന്നീ പരിസരത്തുണ്ട്. കെണി എത്ര വെച്ചതാ ഞാൻ, ഒന്നും അങ്ങടെ ഏറ്റില്ല. നമ്മുടെ വടക്കേപ്പറമ്പിൽ കുറെ വാഴ കുളിച്ച് നിൽക്കുന്നുണ്ട്. പ്ലാവിലെ ചക്കയും പാകമായി നിൽക്കുകയാ. അത് കല്യാണാവശ്യത്തിന് എടുക്കാൻ നിർത്തിയിരിക്കുകയാ. പന്നിശല്യമുണ്ടായാൽ അതിലൊരൊറ്റെണ്ണം പോലും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചന്ദനെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ സംശയത്തോടെ ഇളയപ്പന്റെ മുഖത്തേക്ക് നോക്കി. ചന്ദ്രൻ എന്റെ സുഹൃത്താ. ആള് വലിയ വേട്ടക്കാരനാ. അമ്പെയ്ത്തും തോക്കുകൊണ്ട് ഉന്നം നോക്കി വെടിവെക്കാനും ചന്ദ്രനാള് ബഹുകേമനാ. അവൻ വന്നാൽ പന്നിയെന്നല്ല, ഒറ്റയാൻ പോലും ഈ പരിസരത്തേക്ക് അടുക്കില്ല. ഈ ചന്ദ്രന്റെ അച്ഛൻ മണിയനാശാൻ നല്ല ഒന്നാന്തരം വേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഇല്ല, കടുവ പിടിച്ചതാ. ഇളയപ്പന്റെ സംസാരം കേട്ട് സത്യനും തമ്പിയും ചോറ് തിന്നുന്നത് നിർത്തി സംഭവബഹുലമായ വേട്ടക്കഥ കേൾക്കാൻ കാതോർത്തങ്ങനെയിരുന്നു. കടുവ പിടിച്ചെന്നോ? ആളെ കടുവ കൊണ്ടുപോയോ? സത്യന്റെ ചോദ്യത്തിന് തുടർച്ചയായി ഇളയപ്പൻ അന്ന് ഒരു മകരമാസമായിരുന്നു. നമ്മുടെ ഓലിക്കലെ മാത്യൂസിന്റെ വീട്ടിൽ നിന്ന് ഒരു പശുക്കിടാവിനെ കടുവ കൊണ്ടുപോയി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ തള്ളേനെ അവൻ കൊന്നു. തൊഴുത്തിൽ നിന്ന് പയ്യ, നല്ല കറവയുള്ള ഒന്നാന്തരം കറമ്പി പശു. രാത്രി എപ്പോഴോ തക്കം നോക്കി വന്നു തുടക്ക കടിയേറ്റത്. പശു കരഞ്ഞു ബഹളം വെച്ചപ്പോഴേക്കും വീട്ടുകാരെല്ലാവരും ഉണർന്നു. വന്നു നോക്കിയപ്പോൾ പിൻകാല് രണ്ടും മാന്തി പറിച്ച നിലയിലായിരുന്നു. നിമിഷ നേരം കൊണ്ട് പശുവിന്റെ ഒരു കാല് കടുവ അങ്ങ് കൊണ്ടുപോയി. ആ പശു ചത്തുപോയി. കൊതിമൂത്ത കടുവ വീണ്ടും വരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെയാ മാത്യൂസ് മണിയനാശാനെ വിളിച്ചത്. ആശാൻ ഏറുമാടമൊക്കെ കെട്ടി കടുവയെ വെടിവെച്ച് വീഴ്ത്താൻ തോക്കൊക്കെ പിടിച്ച് സകലമാന തയ്യാറെടുപ്പുമെടുത്ത് കാത്തിരുന്നു. പക്ഷേ ആ വഴിക്ക് പിന്നെ ആ കടുവ വന്നില്ല. മാസമൊന്ന് കഴിഞ്ഞപ്പോൾ മുരിക്കാശ്ശേരി ഇറക്കത്തിന് വെച്ച് കടുവയെ കണ്ടതായി 1-2 പേര് പറഞ്ഞു. അത് കേട്ട് മണിയനാശാൻ 2 പേരെ ഒപ്പം കൂട്ടി അവിടേക്ക് വച്ചു പിടിച്ചു. ഒരു മുട്ടനാടിനെ തേക്കമരത്തിന് ചോട്ടിൽ കെട്ടിയിട്ട് കടുവയെ വെടിവെച്ച് വീഴ്ത്താൻ നല്ല പാങ്ങുള്ള ഇടം നോക്കി മണിയനാശാൻ ഇരിപ്പുറപ്പിച്ചു. ഏകദേശം ഒരു 3 മണിയോടടുത്ത് രാത്രി നേരത്താ കടുവ പതുങ്ങി വന്നത്. നാടൻ തോക്ക് നിറച്ച് തയ്യാറെടുത്തിരുന്ന ആശാൻ തോക്കെടുത്ത് ഉന്നം പിടിക്കുന്നതേ കൂടെയുള്ളവർ കണ്ടുള്ളൂ. കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ വെടിപൊട്ടി. രാത്രി പക്ഷികൾ കരഞ്ഞുകൊണ്ട് ചിറകടിച്ച് പറന്നുയർന്നു. കടുവയുടെ മുരൾച്ചയും മണിയനാശാന്റെ അലർച്ചയും ഒന്നിച്ചാണ് കേട്ടത്. മുട്ടനാട് പേടിച്ച് ഇടതടവില്ലാതെ കരഞ്ഞു ബഹളം വെച്ചു. ഇത്തിരി നിമിഷം കൊണ്ട് എന്താണ് നടന്നതെന്ന് വ്യക്തമായില്ല. നീളൻ ടോർച്ചുവെട്ടത്തിൽ കണ്ട ആ ദൃശ്യം മണിയനാശാന്റെ ശിഷ്യന്മാരെ ആകെ നടുക്കം കൊള്ളിച്ചു. ആടിന്റെ കഴുത്തിലെ കയറ് പൊട്ടിപ്പോയതൊഴിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കടുവയുടെ പൊടി പോലും കണ്ടില്ല. പക്ഷേ സംഭവസ്ഥലത്ത് മണിയനാശാൻ മലർന്നടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. മുതുകു കീറി നട്ടെല്ല് പുറത്തേക്ക് കാണാവുന്ന പരുവത്തിലായിരുന്നു. ആളിന് ഒരനക്കവുമില്ല. ശിഷ്യന്മാർ 2 കുറച്ചകലെയും മണിയനാശാൻ കെണിക്കടുത്ത് തന്നെ ഒരു പാറപ്പുറത്തുമാണ് ഇരുന്നത്. വെടികൊണ്ട കടുവ പാഞ്ഞു വന്ന് കടിച്ച് പറിച്ചതായിരിക്കാം. കഥ കേട്ട തമ്പി വിഷമത്തോടെ വിളിച്ചു പറഞ്ഞു. ആ, അന്ന് രാത്രിയിൽ എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല. മണിയനാശാൻ മരിച്ചുപോയെങ്കിലും ആ കടുവ പിന്നെയും നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരൊറ്റക്കണ്ണൻ കടുവയെ ചെമ്പകപ്പാറയിലും മുരിക്കാശ്ശേരിയിലുമായി രാത്രികാലങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാത്രി ഇളയപ്പൻ പറഞ്ഞ വേട്ടക്കഥകൾ കേട്ടാണ്
ഞങ്ങൾ ഉറങ്ങിയത്. കല്യാണ വീടായതുകൊണ്ട് പിടിപ്പത് പണിയുണ്ടായിരുന്നു. വലിയ വാർപ്പും ഉരുളിയുമൊക്കെ പല വീടുകളിൽ നിന്നും ചുമന്നുകൊണ്ട് ശാരദക്കുഞ്ഞുമ്മയുടെ വീട്ടിലെത്തിക്കണമായിരുന്നു. വിറക് കീറി ഉണക്കാനും വീട്ടുവളപ്പ് വൃത്തിയാക്കാനുമൊക്കെ ഞങ്ങൾ മൂവരും ഇളയപ്പനെ സഹായിച്ചു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ശാരദക്കുഞ്ഞുമ്മയുടെ മറ്റു 2 പെൺമക്കളും ചെറിയ ചെറിയ സഹായങ്ങളുമായി ഞങ്ങളുടെ ഒപ്പം കൂടി. ഇന്ദിരയും ഓമനയും തീരെ ചെറുപ്പമാണ്. ഇന്ദിരയ്ക്ക് 10ഉം ഓമനയ്ക്ക് 12ഉമാണ് പ്രായം. ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവർക്ക് സ്വന്തം സഹോദരങ്ങളെപ്പോലെയാ. കല്യാണപ്പെണ്ണായ സുജാത ആകെ നാണക്കാരിയാ. അവൾ വല്ലപ്പോഴുമേ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെ കല്യാണത്തിന് 5 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ കാത്തിരുന്ന ആ ആളെത്തി. സുജാതയുടെ ഉറ്റ കൂട്ടുകാരിയായ എൽസമ്മ. ഭയന്നതുപോലെ അവളുടെ വിവാഹം നടന്നിട്ടില്ലായിരുന്നു. എൽസമ്മയെ കണ്ടപ്പോഴേ എനിക്കാകെ സന്തോഷമായി. എന്റെ മൂളിപ്പാട്ടും നോട്ടവും ഭാവവും കണ്ടപ്പോഴേ ആത്മാർത്ഥ സുഹൃത്തുക്കളായ തമ്പിക്കും സത്യനും കാര്യം പിടികിട്ടി. അവരെന്നെപ്പറ്റി എൽസയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. പൊതുവെ അല്പം നാണക്കാരനായ എന്നെ വീരശൂര പരാക്രമിയായിട്ടാണ് അവർ എൽസയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അവരുടെ ആ പ്രയത്നം ഫലം കണ്ടെന്ന് തോന്നിപ്പോയി. ഇടയ്ക്കിടെ എൽസമ്മ ആരാധനയോടെ എന്നെ ഇടങ്ങണ്ണിട്ട് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞ നേരത്ത് ഇളയച്ചന്റെ വകയായി വേട്ടക്കഥകൾ പലതും ഉണ്ടായിരുന്നു. കല്യാണശ്രമത്തിലുള്ള മസാലക്കൂട്ട് വറുത്തു പൊടിക്കുന്ന കൂട്ടത്തിൽ എൽസമ്മയും ഈ കഥകളെല്ലാം ഏറെ താല്പര്യത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. വേണുവേട്ടൻ വേട്ടയാടാൻ കാട്ടിൽ പോയിട്ടുണ്ടെന്ന് സത്യൻ ചേട്ടൻ പറഞ്ഞല്ലോ, നേരാണോ? ഓമനയുടെ ആ ചോദ്യം കേട്ട് ഞാൻ അന്തം വിട്ടിരുന്നു പോയി. ഇല്ലാന്ന് പറയാൻ നാവ് പൊന്തിയതാണെങ്കിലും എൽസയുടെ മുന്നിൽ നാണം കെടുമെന്നോർത്ത് ഞാൻ ഹാ എന്ന മട്ടിൽ തലയാട്ടി. എൽസയുടെ കണ്ണുകൾ താമര പോലെ വിടർന്നു. അവൾ എന്റെ മുഖത്തേക്ക് ആരാധനയോടെ നോക്കി. ഞാൻ ഗമയോടങ്ങനെ നിന്നു. തമ്പിയെയും സത്യനെയും അടുത്ത് കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചിലത് ചോദിച്ചു. ആ നുണയന്മാർ ഒരൊന്നാന്തരം വേട്ടക്കാരനായിട്ടാണ് അവളുടെ മുന്നിൽ എന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കോഴിയെ പോലും ഓടിച്ചിട്ട് പിടിക്കാനറിയാത്ത ഞാൻ ഇക്കാര്യം കേട്ട് ആകെ വെപ്രാളം കൊണ്ടു. നിങ്ങളിതെന്നാ പണിയാ കാണിച്ചത്? ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇനി സത്യം അറിയുമ്പോൾ എൽസ എന്നെ വെറുക്കില്ലേ? ഓ, അതൊന്നും അവൾ അറിയില്ല വേണു. ആർക്കും ദോഷമില്ലാത്ത ഒരു നുണ പറഞ്ഞെന്ന് വെച്ച് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനാ? ആരാധന മൂത്ത് അവൾക്ക് നിന്നോട് പ്രണയം തോന്നിയാൽ ഭാഗ്യം. തമ്പി എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവമ്മ പറഞ്ഞുകൊടുത്ത വേട്ടക്കഥയിലെ നായകനായി ഞാൻ. നനച്ചിരിക്കാത്തൊരു കാര്യം അന്നുണ്ടായി. വെയിലൊന്ന് മാറിത്തുടങ്ങിയ സമയം. സുജാത പുത്തൻ തുണിത്തരങ്ങൾ തയ്ച്ചത് വാങ്ങാൻ എൽസയോടൊപ്പം തയ്യൽക്കാരൻ സുധാകരൻ ചേട്ടന്റെ കടയിലേക്ക് പോകുന്ന സമയത്ത് എന്നെ വഴിയിൽ വെച്ച് കണ്ടു. എൽസയുടെ മുഖത്ത് എന്നെ കണ്ടപ്പോൾ ഉണ്ടായ ആ പുഞ്ചിരിക്ക് മഴവില്ലിന്റെ അത്ര അഴകുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വേണുവേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാകണം. തിരിച്ചു വരുന്ന സമയത്ത് ഞാനത് പറയാം. എൽസയുടെ ആ വർത്തമാനം കേട്ട് എന്റെ ചങ്ക് പടപടാ ഇടിക്കാൻ തുടങ്ങി. എന്താണോ അവൾ പറയാൻ പോകുന്നത്? ഞാൻ അക്ഷമയോടെ വഴിയിൽ അങ്ങനെ കാത്തു നിന്നു. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ അവരിരുവരും തയ്യൽ കടയിൽ പോയി തിരിച്ചു വന്നു. എന്നെ കണ്ടപ്പോഴേ എൽസയുടെ മുഖത്ത് ആ പഴയ പുഞ്ചിരി വീണ്ടും ദൃശ്യമായി. ഞാൻ മഴവില്ല് കണ്ട കുട്ടിയെപ്പോലെ കണ്ണിമ വെട്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. വേണുവേട്ടന് വേട്ടയാടാൻ നല്ല വശമല്ലേ? സത്യൻചേട്ടനും തമ്പിച്ചേട്ടനും ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പം മുതൽ ചിന്തിക്കുന്നതാ വേണുവേട്ടനോട് ഒരു കാര്യം പറയണമെന്ന്. എന്താ എൽസമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ അക്ഷമയോട് ചോദിച്ചു. എൽസ എന്നോട് സംസാരിക്കുന്നത് കണ്ട് സുജാത ചിരിച്ചുകൊണ്ട് അല്പം മുമ്പേ അങ്ങ് നടന്നുപോയി. ഞാനും എൽസയും അവളുടെ പിന്നാലെയും. കനകുന്നേല് ഞങ്ങൾക്ക് ഇച്ചിരി പറമ്പുണ്ട്. ഏലത്തോട്ടമാ. എന്റെ അപ്പൻ അവിടേക്ക് പലപ്പോഴും പോകാറുള്ളതാ. പക്ഷെ ഒരു ദിവസം അങ്ങോട്ട് പോയ അപ്പൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. കടുവ പിടിച്ചതാ, ഒരൊറ്റ കണ്ണൻ കടുവ.
മിച്ചം കിട്ടിയത് കുറച്ച് എല്ല് കഷ്ണങ്ങൾ മാത്രമാ. എന്റെ അപ്പനെ കൊന്ന ആ ഒറ്റക്കണ്ണൻ കടുവയെ ഏട്ടൻ കൊന്നാൽ വേണുവേട്ടൻ പറയുന്നതെന്തും ഞാൻ ചെയ്യും. മറുപടി ഒന്നും കേൾക്കാൻ നിൽക്കാതെ എൽസമ്മ സുജാതയുടെ പിന്നാലെ നടന്നു നീങ്ങി. ഞാൻ വായും പൊളിച്ച് ആ വഴിവക്കിൽ തന്നെ നിന്നു. എൽസമ്മ എന്റെ കൺമുന്നിൽ നിന്ന് നടന്നു മറഞ്ഞതും ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് പാഞ്ഞു. അവർ അടുക്കള വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. മൂക്കുമുട്ടെ എന്തൊക്കെയോ വാരി വലിച്ച് തിന്നുകയായിരുന്നു അവർ. എന്നെ കണ്ടപ്പോഴേ അവർ പല്ലിളിച്ച് ചിരിച്ചു കാട്ടി. ഞാൻ എന്റെ സങ്കടം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് കേട്ട് അവന്മാർ ആദ്യം കുലുങ്ങി ചിരിച്ചു. കൊള്ളാം കൊള്ളാം, ഒരു കൊതുകിനെ പോലെ നേരെ ചൊവ്വെ അടിച്ചു കൊല്ലാൻ അറിയാത്ത നിന്നെയാണോ അവൾ നരഭോജി കടുവയെ കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? തമ്പിക്ക് ചിരി സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നീയൊക്കെ പറഞ്ഞു കൊടുത്ത നുണക്കഥ കേട്ടാ അവൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്തു ചെയ്യും? അവളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താനല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ എൽസിയോട് പറഞ്ഞു കൊടുത്തത്? ആദ്യം അവന്മാർ എന്നെ കളിയാക്കി ചിരിച്ചെങ്കിലും എന്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ആത്മാർത്ഥമായി എൽസിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസം അതിരാവിലെ അവരെന്റെ മുന്നിലെത്തിയത് കൊമ്പൻ മീശക്കാരനായ മെല്ലിച്ച ഒരു മനുഷ്യനോടൊപ്പമാണ്. കിടക്കപ്പായിൽ നിന്ന് തമ്പിയാണെന്നെ അന്ന് വിളിച്ചുണർത്തിയത്. ഉണർന്ന ഉടനെ തന്നെ അവരെന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊമ്പൻ മീശക്കാരനോടൊപ്പം തന്നെ 10-25 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു. സത്യനാണ് അവരെ എനിക്ക് പരിചയപ്പെടുത്തിയത്. ഇളയപ്പൻ പറഞ്ഞ വേട്ടക്കാരൻ ചന്ദ്രൻ ചേട്ടനാ ഇത്. കൂടെയുള്ളത് രാഘവൻ, മൂപ്പരുടെ ശിഷ്യനാ. നമ്മുടെ ചായക്കടക്കാരൻ പൗലോസ് ചേട്ടനാ രാഘവനെ പരിചയപ്പെടുത്തി തന്നത്. രാഘവനോട് ഞങ്ങൾ നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ചന്ദ്രേട്ടന് ഇപ്പോൾ അല്പം കാഴ്ചക്കുറവുണ്ട്. അങ്ങേരുടെ കൈവശമുള്ള നാടൻ തോക്ക് ഞാൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാന്നേ. മൂപ്പര് കൂട്ടത്തിൽ വരില്ല, പക്ഷെങ്കില് ഞാൻ നിങ്ങളുടെ ഒപ്പം വരും. വേണുവിന് ഉന്നം പിഴക്കില്ലെന്നാ സത്യനോട് പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കണ്ണുരുട്ടി എന്റെ സുഹൃത്തുക്കളെ നോക്കി. അവന്മാർ തല കുണിച്ച് നിൽപ്പാണ്. നാലാളും ചേർന്ന് വലിയൊരു ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം തോക്ക് സത്യനെ ഏൽപ്പിച്ച് രാഘവനും ചന്ദ്രേട്ടനും മടങ്ങിപ്പോയി. അവർ പോയതോടെ ഞാൻ അവന്മാരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്താണ് സംഭവം? എന്നെ കുരുതി കൊടുക്കാനായി നിങ്ങൾ അടുത്ത എന്ത് പരിപാടിയെ ഒപ്പിച്ചിരിക്കുന്നത്? തോക്കും താങ്ങി നിന്ന തമ്പി അത് ഭിത്തിയിലേക്ക് ചാരി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ദേഷ്യപ്പെടാതെ വേണു, എൽസയെ നിനക്ക് കെട്ടണോ? അങ്ങനെയുണ്ടെങ്കിൽ നീ വേട്ടക്ക് പോകണം. നീ എന്നാ വർത്തമാനമായി പറയുന്നത് തമ്പി? ഞാൻ വേട്ടയാടാൻ പോകാനോ? അതും ഒരു നരഭോജി കടുവയെ? നടക്കുന്ന കാര്യം എന്തെങ്കിലും പറ. എന്നാ വേണു, നീ എൽസയെ മറന്നേക്കൂ. തമ്പി യാതൊരു ദാക്ഷിണ്യവും കൂടാതെ എന്നോട് പറഞ്ഞു. അതിനൊട്ട് എനിക്ക് കഴിയത്തുമില്ല. അവസാനം സത്യൻ പറഞ്ഞു, ഈ തോക്ക് കയ്യിൽ പിടിച്ച് തിര നിറച്ച് ഉന്നം നോക്കി വെടിവെക്കാനൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. വേണമെങ്കിൽ ആ ഒറ്റക്കണ്ണൻ കടുവയെ കൊന്ന് അതിന്റെ പേര് എന്റെ ചങ്കായ നിനക്ക് തരാനും ഞാൻ തയ്യാറാ. നീ കൂടെ ഒന്ന് വന്നാൽ മതി. എൽസയെയും നാട്ടുകാരെയും പറഞ്ഞു ബോധിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. വമ്പന്മാരായ വേട്ടക്കാരെ എല്ലാവരെയും മുട്ടുകുത്തിച്ച കടുവയെ തറ പറ്റിക്കുമെന്ന് ഇപ്പൊ തന്നെ നീ ദിവാസ്വപ്നം കണ്ടു തുടങ്ങിയോ? അത് കാട്ടുമുയലോ കാട്ടുകോഴിയോ അല്ല, അവൻ ആള് കടുവയാ. മനുഷ്യമാംസത്തിന്റെ രുചി അറിഞ്ഞ കടുവ. ആ കടുവയെ കൊല്ലുന്ന കാര്യമാ നീ ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ പറയുന്നത്. നമുക്കൊന്ന് ശ്രമിക്കാൻ വേണോ? ഒറ്റക്കണ്ണൻ കടുവ ചിന്നാറ് പുഴക്കരയിൽ വരും. അവിടെ ഒരു കെണി ഒരുക്കി നമുക്കവനെ പൂട്ടാം. ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടേക്ക് പോകുന്നു. ആ രാഘവനും നമ്മുടെ ഒപ്പം ഉണ്ടാകും. സത്യനാകെ ഉത്സാഹത്തിലാണ്. അവന്റെ ആ ഉത്സാഹം കണ്ട് എന്റെ കാൽമുട്ട് കൂട്ടിയിടിച്ചു. എവിടെ പോയി ഒളിച്ചാലും വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ലല്ലോ എന്നായിരുന്നു ഞാനപ്പോൾ ചിന്തിച്ചത്. അന്ന് രാത്രിയിൽ വളരെ നാടകീയമായ ഒരു രംഗം അരങ്ങേറി. എല്ലാവരും ഉറങ്ങിയ സമയത്ത് എൽസമ്മ
എന്നെ കാണാനായി വന്നു. വേട്ടയ്ക്ക് പോകാൻ ഞങ്ങൾ മൂവർ സംഘം ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താ അവൾ ചായപ്പിന് മുന്നിൽ വന്ന് നിന്നത്. നിങ്ങൾ ഇന്ന് തന്നെ കടുവയെ വെടിവെച്ച് വീഴ്ത്താനായി പുറപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഒറ്റക്കണ്ണന്റെ അവസാനത്തെ രാത്രിയാ. ഞാൻ അവളുടെ മുന്നിൽ നിന്ന് പരുങ്ങുന്ന സമയത്ത് സത്യൻ ആ നാടൻ തോക്ക് തൂത്ത് തുടച്ച് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇന്നാ വേണു, നീ പറഞ്ഞതുപോലെ ഞാനത് തൂത്ത് തുടച്ചിട്ടുണ്ട്. പൊടുന്നനെ അവൻ എന്റെ കയ്യിൽ തോക്ക് ഏൽപ്പിച്ചപ്പോൾ ഞാനൊന്ന് വേച്ചുപോയി. അത്രക്കുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാരം. കാട്ടുമുയലിനെയും കാട്ടുകോഴിയെയും പതുങ്ങി നിന്ന് വെടിവെക്കുന്ന ഒരു വിനോദം സത്യനുണ്ട്. ചുട്ട വെടിയിറച്ചിയും അതിനൊപ്പം വാറ്റുചാരായവുമായി വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ സേവിക്കാറുണ്ട്. 1-2 തവണ ഞാനവന്റെ തോക്കെടുത്ത് ഉന്നം പിടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്രയ്ക്ക് കനമില്ലെന്ന് ഞാൻ ഓർത്തുപോയി. തോക്കും തോളിൽ താങ്ങി ഞാൻ സത്യനും തമ്പിക്കുമൊപ്പം വീടിന് പുറത്തിറങ്ങി. ശാരദാമ്മയോ ഇളയപ്പനോ ഇക്കാര്യം അറിഞ്ഞാൽ അവർ ഉറപ്പായും ഇതിനൊന്നിനും സമ്മതിക്കില്ല. മാത്രവുമല്ല, എന്റെ ചങ്കുകൾ പറഞ്ഞുകൊടുത്ത നുണക്കഥയെല്ലാം എൽസയുടെ മുന്നിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്യുമായിരുന്നു. ചിമ്മിണി വിളക്കും കത്തിച്ചു പിടിച്ച് എൽസ ഞങ്ങളെ യാത്രയച്ചു. ഇതെന്റെ അവസാന യാത്രയാണെന്ന് കരുതി ഞാൻ അവളോട് വിട പറഞ്ഞു. വഴിയിൽ വെച്ച് രാഘവൻ ഞങ്ങളോടൊപ്പം കൂടി. ഞാനെന്തോ വലിയ വേട്ടക്കാരനാണെന്നാണ് എന്റെ ഉറ്റ ചങ്ങാതിമാർ രാഘവനോട് പറഞ്ഞിരുന്നത്. അവൻ എന്നെ ആരാധനയോടെ നോക്കി. ഞാൻ ഗൗരവം കാട്ടി തോക്കും ചുമന്ന് അവരോടൊപ്പം നടന്നു. ഒറ്റക്കണ്ണൻ ചിന്നാറിന്റെ കരയിൽ തന്നെ കാണും. അവൻ നാട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ എനിക്കറിയാം. നിങ്ങൾ വാ, നമുക്ക് ആ പുഴക്കരയിലുള്ള പാറയിടുക്കിനരികിൽ ഇരിക്കാം. ആ നാട്ടുകാരനും വഴി നല്ല പരിചയവുമുള്ള രാഘവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറ്റവും മുന്നിൽ തന്നെ നടന്നു. അവന്റെ കയ്യിൽ നല്ല ഒന്നാന്തരം ടോർച്ചുണ്ടായിരുന്നു. അതിന്റെ വെട്ടത്തിലായിരുന്നു ഞങ്ങളുടെ നടപ്പ്. ഒരു ഇല അനങ്ങുമ്പോൾ പോലും ഞാൻ പേടിച്ചു. വലിയ കാട്ടുമരങ്ങളുടെയും തേക്കുമരങ്ങളുടെയും ഇടയിലാകെ കോടമഞ്ഞ് നിറയാൻ തുടങ്ങി. നിശാചരന്മാരായ പക്ഷിമൃഗാദികൾ കൂവിയാർക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പലവട്ടം ചുറ്റും നോക്കി. തമ്പിയും സത്യനും ഒരു കൂസലുമില്ലാതെ രാഘവന്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാ. കോടമഞ്ഞിന്റെ തണുപ്പേറ്റ് എന്റെ കൈകാലുകൾ വിറച്ചു തുടങ്ങി. ഇവന്മാരിതെന്തും ഭാവിച്ച ഈ പോകുന്നതെന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ അലട്ടി. നേർത്തൊരു നിലാവെളിച്ചം ഇടയ്ക്കിടെ കാണാമായിരുന്നു. കാട്ടുവഴിക്കരികിൽ എവിടെയോ ചെറിയൊരു നീരൊഴുക്കുണ്ട്. അതിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. സർവമാന ശബ്ദങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു എന്റെ നടപ്പ്. പൊടുന്നനെ ആരോ എന്റെ പിന്നാലെ ഓടി വരുന്നതായി എനിക്ക് തോന്നി. അതെന്റെ തോന്നലല്ലായിരുന്നു, സംഭവം സത്യമായിരുന്നു. കാട്ടുമരങ്ങൾക്കിടയിലൂടെ ശീഘ്രം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത് മറ്റാരുമല്ലായിരുന്നു. അത് കപ്പട മീശക്കാരനായ വേട്ടക്കാരൻ ചന്ദ്രൻചേട്ടനായിരുന്നു. ഒന്ന് നിക്കടാ പോവേ, നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒറ്റക്കണ്ണനെയാ. അവനൊരു ചെകുത്താനാ. വീട്ടിലിരുന്നിട്ട് എനിക്ക് ഉറപ്പ് വന്നില്ല. പണ്ടത്തെ പോലെ കണ്ണു പിടിക്കില്ല ഇപ്പോൾ. അതാ ഞാൻ ഈ പരിപാടിയിൽ നിന്ന് കുറെ കാലമായിട്ട് മാറി നിന്നത്. നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, ചോരത്തിളപ്പ് കാണുമെന്നറിയാം. അതിസാഹസം അപകടം ക്ഷണിച്ചു വരുത്തും. ആ മനുഷ്യൻ അത്രയും പറഞ്ഞ് നിന്ന് കിതച്ചു. ചന്ദ്രേട്ടനെ കണ്ടപ്പോൾ ഞാൻ അടക്കമുള്ളവർക്ക് വലിയ ആശ്വാസം തോന്നി. പെട്ടെന്നാണ് അതുവരെ കേട്ടുകൊണ്ടിരുന്ന ചീവീടുകളുടെ ശബ്ദകോലാഹലവും രാത്രിപക്ഷികളുടെ കൂക്കിവിളികളും നിലച്ചത്. വല്ലാത്തൊരു നിശബ്ദത അവിടെ മാകി പരന്നു. കുറച്ചകലെയുള്ള കാട്ടുമരങ്ങൾക്കിടയിൽ നിന്ന് ഉണക്ക ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞുനുറങ്ങുന്ന ശബ്ദം കേട്ട് ചന്ദ്രേട്ടൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു നിന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഞങ്ങളെ തടഞ്ഞു. ഇനി മുന്നോട്ട് നീങ്ങണ്ട എന്ന് കൈകൊണ്ട് അടയാളം കാട്ടി മൂപ്പര് സ്വയം അടുത്തുള്ള ഒരു മരത്തിന് പിന്നിൽ പതുങ്ങി. അദ്ദേഹത്തെ അനുകരിച്ച്
ഞങ്ങൾ 4 പുള്ളിക്കാരന്റെ തൊട്ട് പിന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു. ആ സമയം ചിന്നാറുപുഴയുടെ ഭാഗത്ത് നിന്ന് വീശിയടിച്ചെത്തിയ തണുപ്പൻ കാറ്റിൽ ആനച്ചുരു മണക്കുന്നുണ്ടായിരുന്നു. എന്താ ആശാനെ പ്രശ്നം? കടുവ ഇവിടെയെങ്ങാനും ഉണ്ടോ? രാഘവൻ വെപ്രാളത്തോടെ ചോദിച്ചു. ചൂണ്ടത്ത് വിരൽ വെച്ച് ചന്ദ്രേട്ടൻ അവനെ ഉടനെ തന്നെ നിശബ്ദനാക്കി. കടുവയല്ലട പോത്തെ, ആന. ഈ ഭാഗത്തെവിടെയോ അതുണ്ട്. ഒന്ന് പോ ആശാനെ. ആനയോ? ഈ ഭാഗത്തൊന്നും ആന വരാറില്ല. ചന്ദ്രേട്ടൻ കണ്ണുരുട്ടി രാഘവനെ വീണ്ടും നിശബ്ദനാക്കി. കറുത്തുരുണ്ട വലിയൊരു നിഴൽ പുകമഞ്ഞിനിടയിലൂടെ നീങ്ങി നീങ്ങി മാറുന്നത് ഞങ്ങൾ മരത്തിന് പിന്നിൽ നിന്ന് കണ്ടു. അത് ആനയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഒന്നും മനസ്സിലായില്ല. മേലാകെ ഒരു വിറവൽ പടർന്നു കയറിയ സമയത്തും എല്ലാവരുടെയും നോട്ടം കാട്ടുവഴിക്കെതിർവശത്തുള്ള മരങ്ങൾക്കിടയിലേക്കായിരുന്നു. ആന ഉണ്ടാക്കുന്ന ചില പ്രത്യേകതരം ശബ്ദങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ കേട്ടു. പക്ഷേ കാട്ടുപാതയ്ക്ക് അപ്പുറം നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ കറുത്തുരുണ്ട നിഴൽരൂപത്തിന് മാത്രം വ്യക്തത കിട്ടിയില്ല. ചന്ദ്രേട്ടൻ ചാഞ്ഞും ചരിഞ്ഞും നോക്കുന്നുണ്ട്. തണുപ്പ് കൂടി കൂടി വന്നു. എന്റെ പല്ലുകൾ പോലും വിറകൊണ്ട് കൂട്ടിമുട്ടി. കൂവച്ചെടികൾ ചാഞ്ഞു മറിയുന്ന ശബ്ദവും ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു നുറുങ്ങുന്ന ശബ്ദവുമൊക്കെ തുടരെ തുടരെ കേൾക്കുന്നുണ്ട്. അസഹനീയമായ ആനച്ചൂരേറ്റ് ഞങ്ങൾ ഭീതിയുടെ മുൾമുനയിലെത്തി. കൂവക്കൂട്ടങ്ങളെ ചവിട്ടി ഞെരിച്ച് മുന്നോട്ട് നീങ്ങിയ കറുത്ത നിഴൽരൂപം പെട്ടെന്ന് അവിടെ നിന്നു. പിന്നെ അത് വെട്ടിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് നേരെ നീങ്ങി. പാഞ്ഞു മാറിക്കൊണ്ടിരുന്ന പുകമഞ്ഞിനിടയിൽ 2 തീക്കണ്ണുകൾ പൊടുന്നനെ ഞങ്ങൾ കണ്ടു. തീക്കനൽ പോലെ തോന്നിച്ച 2 കണ്ണുകൾ. ആ സമയം എവിടെയോ നിന്ന് ഉയർന്നു കേട്ട കാട്ടുകുറുക്കന്മാരുടെ ഓരിയിടൽ ആ അന്തരീക്ഷത്തിന്റെ ഭീകരത ഒന്നുകൂടി കൂട്ടി. ഭയന്ന് മറച്ചു നിന്ന എന്റെ കയ്യിൽ നിന്ന് ആരോ തോക്ക് വാങ്ങിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കേട്ടത് ഇരമ്പി പാഞ്ഞു പോയ വെടിയുണ്ടയുടെ ശബ്ദമായിരുന്നു. കാടിനെ ആകെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ആ വെടിയുതിർത്തത് ചന്ദ്രേട്ടനായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ വെടിയൊച്ചയിൽ കാടുണർന്ന പ്രതീതിയുണ്ടായി. മരക്കൊമ്പുകൾ ചേക്കേറിയ പക്ഷികൾ ചിലച്ച് ശബ്ദമുണ്ടാക്കി. നിശാചരന്മാരായ പറവകൾ ചിറകടിച്ച് ഇരുട്ടിൽ എങ്ങോട്ടേക്കോ പാഞ്ഞുപോയി. വെടിയുണ്ട ചെന്ന് തറച്ചത് ആ കറുമ്പൻ നിഴൽരൂപത്തിലാണ്. ഞാൻ സംശയത്തോടെ നോക്കി. വെടിയുണ്ട കൊണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞങ്ങൾക്ക് നേരെ നീങ്ങിയ നിഴൽരൂപത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അതിന്റെ കനൽ കണ്ണുകൾ അപ്പോഴും പുകമഞ്ഞിനിടയിൽ തിളങ്ങി നിന്നു. മക്കളെ, ഇതാനയല്ലടാ, ആനമറതയാ. ഇവന് വെടിയേൽക്കൂല. ദൈവം തമ്പുരാനെ വിളിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ആകെ ഭയന്ന് തുള്ളി വിറച്ചു. ഇനി ഏത് വഴിക്കാണ് ഓടി മാറേണ്ടതെന്ന് ഓർത്തു നിന്ന സമയത്താണ് കാട് വിറപ്പിക്കുന്ന മറ്റൊരു ഗർജനം കേട്ടത്. ചിന്നാറ് നീന്തിക്കടന്ന് ദേഹമാകെ നനഞ്ഞൊലിച്ച് കാട്ടുചെടികളുടെ ഇടയിൽ നിന്ന് കണ്ടാൽ ഭയം തോന്നുന്ന ഒരു മുഖം മെല്ലെ വ്യക്തമായി. നേർത്ത നിലാവിന്റെ വെട്ടത്തിൽ മുഖം മാത്രമേ വെടിപ്പായി കാണാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ ഉടൽ കാട്ടുചെടികളുടെ മറവിൽ കാണാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടും ഓടി മാറാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ 5 പേരും മരണഭയത്താൽ അനങ്ങാതെ അങ്ങനെ നിന്നു. ടോർച്ച് തെളിക്കരുതെന്നൊരു മുന്നറിയിപ്പ് ചന്ദ്രേട്ടൻ നേരത്തെ തന്നെ തന്നിരുന്നു. നനഞ്ഞ് വെള്ളമൊലിച്ച ദേഹം നക്കി തുടക്കുന്ന കൂട്ടത്തിൽ ഇലകൾക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ആ രൂപത്തിന്റെ മുഖം ഞങ്ങൾ അവ്യക്തമായി കണ്ടു. മുറിവേറ്റ് കണ്ണിന് കാഴ്ച പോയ ഒരൊറ്റ കണ്ണൻ കടുവ. നരഭോജി കടുവയുടെയും
ആനമറുതയുടെയും ഇടക്കപ്പെട്ടുപോയ ഞങ്ങളുടെ കാര്യം കട്ടപ്പോക. ആനമറുത കാലനുള്ളിടത്തെ ഒറ്റക്കണ്ണൻ കടുവ വരൂ. നമ്മൾ ആരൊക്കെയാ അവൻ ഇരയാകുക എന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ. ചന്ദ്രേട്ടൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. വളരെ നിരാശനായിട്ടാണ് അപ്പോൾ അങ്ങേരെ കണ്ടതെങ്കിലും ആ മനുഷ്യൻ വീണ്ടും തോക്കിൽ തിരനിറച്ചു. സത്യനും തമ്പിയും ഒന്നും തന്നെ പറയുന്നില്ല. നേരത്തെ കണ്ട ഒരു ഉത്സാഹവും അവന്മാരുടെ മുഖത്തപ്പോൾ കാണാനില്ലായിരുന്നു. ദേഹമില്ലാത്ത ഒരു കറുത്ത രൂപം. കുറച്ച് ദൂരെ മാറി നിന്ന് ആ രൂപം കാറ്റുപോലെ ഞങ്ങളുടെ നേർക്ക് നീങ്ങി വരികയാണ്. ചില പ്രത്യേകതരം ശബ്ദവും ആനച്ചൂരിന്റെയും ഗന്ധത്തിൽ നിന്ന് ഞങ്ങളത് മനസ്സിലാക്കി. ചന്ദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കറുത്തുരുണ്ട പാറ പോലെയുള്ള രൂപം, അത് ആനമറുത തന്നെ. നിമിഷ നേരം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു. നോക്കി നിൽക്കെ പുകമഞ്ഞിനും കട്ടി കൂടിക്കൂടി വന്നു. ആൾപ്പൊക്കമുള്ള കാട്ടുചെടികൾക്കിടയിൽ നിന്ന് ഒറ്റക്കണ്ണൻ മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നു. ആ ചെകുത്താൻ ഞങ്ങളുടെ നേർക്കാണ് പാഞ്ഞു വന്നത്. ഒന്ന് ഓടി മാറാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പേ കടുവ ഞങ്ങളുടെ മേലേക്ക് കുതിച്ചു ചാടി. പ്രാണരക്ഷാർത്ഥം ഞാൻ ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ തോക്ക് കൈവശത്താക്കി കാഞ്ചി വലിച്ചു. എന്റെ ദേഹം ആസകലം മുറിവേറ്റു. കൂടെയുള്ളവരുടെ അലർച്ചകൾ കേട്ടു. ഒറ്റക്കണ്ണന്റെ ഗർജനം ചെവി തുളച്ചു കയറി. കനത്ത ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുതിച്ചു പാഞ്ഞ വെടിയുണ്ട എവിടേക്കോ കൊണ്ടു. ഒറ്റക്കണ്ണൻ ഓടി രക്ഷപ്പെട്ടെന്ന ചിന്തയിൽ ഞാൻ വീണെടുത്ത് നിന്ന് പാടുപെട്ട് എണീറ്റു. വയറുഭാഗത്തും കാൽത്തുടയിലും നല്ല മുറിവേറ്റിട്ടുണ്ട്. വേദന കൊണ്ട് എനിക്ക് എണീക്കാൻ കൂടി കഴിഞ്ഞില്ല. കൂടെയുണ്ടായിരുന്നവരൊക്കെ എങ്ങാട്ടോടി മാറിയെന്ന് അറിയില്ല. ഞാൻ ചുറ്റും നോക്കി. ഒരു മരത്തിന് പിന്നിൽ നിന്ന് ടോർച്ച് വെട്ടം കണ്ടു. അത് രാഘവനായിരുന്നു. അവന്റെ ടോർച്ച് വെട്ടത്തിൽ ഞങ്ങൾ നടക്കുന്ന ആ ദൃശ്യം കണ്ടു. ഒറ്റക്കണ്ണൻ കുറച്ചു മാറി ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഞാൻ വെച്ച വെടി ഒറ്റക്കണ്ണന്റെ ചങ്കിന് തന്നെയാ കൊണ്ടിരിക്കുന്നത്. നേരിയ ചലനങ്ങൾ അവനിൽ കാണാനുണ്ടായിരുന്നു. മരണഭയത്താൽ തോക്കിന്റെ കാഞ്ചി വലിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ആ നരഭോജി കടുവയുടെ ചങ്കിന് തന്നെ കൊള്ളുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒറ്റക്കണ്ണന്റെ തടിച്ച ശരീരത്തിന് കുറച്ചപ്പുറത്തായി ചന്ദ്രേട്ടൻ കമിഴ്ന്നടിച്ചു കിടക്കുന്നു. ആൾക്ക് അനക്കമില്ല. രാഘവന്റെ പിന്നാലെ തന്നെ സത്യനും തമ്പിയും എവിടെയോ നിന്ന് പാഞ്ഞു പറിച്ചവിടെ കൂടി വന്നു. എടാ, നീ ഒറ്റക്കണ്ണനെ കൊന്നു അല്ലേ? സത്യൻ അതിശയത്തോടെ പറഞ്ഞു. രാഘവൻ ചന്ദ്രേട്ടനെ തട്ടി വിളിച്ചു. അനക്കമില്ല. പിന്നെ ഞാനും അവനും ചേർന്ന് മൂപ്പരെ നേരെ കിടത്തി. അദ്ദേഹത്തിന്റെ മുഖമാകെ മുറിവായിരുന്നു. മെല്ലിച്ചൊട്ടിയ ഉദരത്തിന്റെ കുറുകെ ആഴത്തിലുള്ള മുറിവ് കാണപ്പെട്ടു. നിലത്ത് പടർന്നൊഴുകിയ ചോരയിലേക്ക് കുടലുമാല വരെ പറഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്. ചന്ദ്രേട്ടന്റെ മൃതശരീരം കണ്ട് ഞങ്ങൾ 4 പേരും ഭയന്നു വിറച്ചു. കാട്ടുവഴിയിൽ നിന്ന് കാറ്റുപോലെ നീങ്ങി വന്ന ആനയുടെ രൂപം പുകമഞ്ഞു പോലെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങിയിരുന്നു. അതോടെ അതിന്റെ കണ്ണ് 2 മിന്നാമിനുങ്ങളെ പോലെ ആ വെളിച്ചം മറഞ്ഞു തുടങ്ങി. കാറ്റിൽ ചുറ്റിയടിച്ച ആനച്ചൂരും കുറഞ്ഞു. മൂടൽ മഞ്ഞിനിടയിൽ രൂപം കൊണ്ട കറുത്ത നെൽരൂപം മാഞ്ഞു തുടങ്ങിയതോടെ വെടിയേറ്റ് കിടന്ന ഒറ്റക്കണ്ണൻ കടുവയുടെ ശരീരത്തിൽ കണ്ട നേരിയ ചലനവും നിലച്ചു. കാലൻ എവിടെയുണ്ടോ അവിടെയേ ഒറ്റക്കണ്ണൻ വരൂ. ചന്ദ്രേട്ടൻ ആ പറഞ്ഞത് സത്യമായി. കാലൻ ചന്ദ്രേട്ടനെ കൊണ്ടുപോയി. ഒറ്റക്കണ്ണൻ കടുവയ്ക്ക് വെടികൊണ്ട് വിവരമറിഞ്ഞ് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി.
ആ ആൾക്കൂട്ടത്തിൽ എൽസയും ഉണ്ടായിരുന്നു. തോക്കും തോളിൽ ചുമന്നു നിന്ന എന്നെ അവൾ അപ്പോഴും ആരാധനയോടെ നോക്കി. പിന്നീട് നാട്ടുകാർ പറഞ്ഞ ഞാൻ ആ കാര്യം അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വായ്ക്കുഴി കുഴിച്ച് ആനയെ വീഴ്ത്തുന്ന ജോലിക്കൊക്കെ ഈ ചന്ദ്രേട്ടൻ പോകുമായിരുന്നു അത്രേ. കാടിനുള്ളിൽ ചങ്ങലയുടെ ബന്ധനങ്ങളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ നടന്ന എത്രയോ ആനകളെ ആയിരിക്കും അങ്ങേരിങ്ങനെ കുഴിയിൽ വീഴ്ത്തിയിട്ടുണ്ടാവുക. അങ്ങനെ കുഴിയിൽ വീണ് നാട്ടാനയാക്കി ചട്ടങ്ങളൊക്കെ പഠിച്ച് നരകവേദന അനുഭവിച്ച് നാട്ടിൽ കിടന്ന് ചെരിഞ്ഞ ഏതെങ്കിലും ഒരു ആനയുടെ ആത്മാവിനെ ആയിരിക്കാം അന്ന് ഞങ്ങൾ കണ്ടത്. ആ പാവം മൃഗത്തിന്റെ ആത്മാവ് പക വീട്ടിയതായിരിക്കാം. വർഷം 2 കഴിഞ്ഞപ്പോൾ എൽസ എൻ്റെ ഭാര്യയായി. അവളുടെ അച്ഛനെ കൊന്ന ഒറ്റക്കണ്ണൻ കടുവയെ വകവരുത്തിയതുകൊണ്ട് എൽസയുടെ ബന്ധുക്കളൊന്നും ഞങ്ങളുടെ വിവാഹത്തിന് ഒരെതിരും പറഞ്ഞില്ല. ഇന്ന് എൻ്റെ 3 മക്കളുടെ അമ്മയാണ് എൽസ. അബദ്ധത്തിൽ കൊണ്ട് വെടിയേറ്റാണ് ഒറ്റക്കണ്ണൻ ചത്തതെന്ന കാര്യവും ഞാൻ ആരോടും പറയാനും പോയില്ല.